بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور. സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ ഓരോരുത്തരോടും ആദ്യമായി ഉപദേശിക്കുന്നു. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങൾ നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും ശ്രദ്ധ ചെലുത്തുക അല്ലാഹു സഹായിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, പുതിയ സീസണിനെ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഇബാദത്ത് അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാവാൻ അനിവാര്യമായ പല നിബന്ധനകളും പാലിക്കുമ്പോൾ അതിൽ പ്രധാനമായി നാം പാലിക്കേണ്ടതായ നിബന്ധനയിൽപ്പെട്ടതാണ് അന്യോന്യം മുസ്ലിം സഹോദരന്മാർ, മുസ്ലിം സഹോദരികൾ അറുപ്പും വെറുപ്പുമില്ലാത്ത രൂപത്തിലുള്ള ജീവിതം നയിക്കുക എന്നത്. കാരണം നമ്മുടെ ഇബാദത്ത് നാം മനക്കെട്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്ന ഇബാദത്ത് അത് അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് മഹാനഷ്ടമാണല്ലോ. അപ്പോൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ടതായ നിബന്ധനകളിൽപ്പെട്ടതാണ് അമൽ ചെയ്യുമ്പോൾ ഉള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ളതാണ്. ഇഖ്ലാസ് വേണം, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, റസൂലുള്ളാഹി ചെയ്തതുപോലെ ആയിരിക്കണം, അത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്രകാരം തന്നെ നാം ചെയ്യുന്ന അമല് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ അനിവാര്യമായ ഭാഗമായിട്ട് നാം പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ് എന്ത്? ഹജ്ർ പാടുള്ളതല്ല. ഹജ്ർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം സഹോദര സഹോദരിമാരോട് വെറുക്കാൻ പാടില്ല അങ്ങുമിങ്ങും. മുസ്ലിം സഹോദരന്മാർ, മുസ്ലിം സഹോദരികൾ പരസ്പരം അറുപ്പും വെറുപ്പുമുള്ള രൂപത്തിൽ ജീവിക്കാൻ പാടുള്ളതല്ല. സഹോദരന്മാരായി, ഏകോദര സഹോദരന്മാരായി സ്നേഹത്തോടുകൂടി, നല്ല സ്വഭാവത്തോടുകൂടി, നല്ല പെരുമാറ്റത്തോടുകൂടി, നല്ല ബന്ധത്തോടുകൂടിയായിരിക്കണം മുസ്ലിങ്ങൾ പരസ്പരം ജീവിക്കേണ്ടത്. എന്നിരിക്കുമ്പോൾ സ്വന്തം കുടുംബക്കാരെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല. റമളാൻ വരുന്നു പോകുന്നു, വീണ്ടും റമളാൻ വരുന്നു പോകുന്നു. എത്രയോ വർഷമായി ഞാൻ ജ്യേഷ്ഠനോട് സംസാരിച്ചിട്ടില്ല, ഞാൻ അനുജനോട് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ വെറുപ്പിലാണ്, ഞങ്ങൾ അറപ്പിലാണ്. എന്തോ ചെറിയ ചില്ലറ ദുനിയാവിൻ്റെ, സ്വത്തിൻ്റെ, വീടിൻ്റെ ചെറിയ ചെറിയ ചില്ലറ പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരിക്കും ആ വെറുപ്പ് കാരണത്താൽ സ്വന്തം ചോരബന്ധമുള്ളവരുമായിട്ട് വരെ അറുപ്പലും വെറുപ്പലും അങ്ങനെയുള്ള ഭീമമായ പാപങ്ങൾ, കുറ്റങ്ങൾ അവൻ റമളാൻ വരുന്ന സന്ദർഭത്തിൽ വരേക്കും അള്ളാഹുവിനോട് പാശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങി ഇനിയെങ്കിലും എൻ്റെ അമലിനെ അള്ളാഹു സ്വീകരിക്കട്ടെ, അതിനുവേണ്ടിയുള്ള മാധ്യമങ്ങൾ ഞാൻ കണ്ടെത്തട്ടെ എന്ന നിർബന്ധം നമ്മിൽ നിന്നിട്ട് പലർക്കും ഉണ്ടാവാറില്ല. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുകയും അത് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന നിർബന്ധമുണ്ടാവാൻ വേണ്ടിയാണ് ഈ വിഷയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത്. അഥവാ ഹജ്ർ എന്ന് പറഞ്ഞാൽ വെറുക്കുക. ഹജ്ർ പല രൂപത്തിലുണ്ട്. ഏറ്റവും വലിയ ഭീമമായ ഹജ്ർ അത് ഹജ്റുൽ ഖുർആനാണ്. ഖുർആനെ വെറുക്കുക, ഖുർആനോടുള്ളതായ മതിപ്പില്ലാതിരിക്കുക. ഖുർആനിനോടുള്ള വെറുപ്പ് പല ശൈലിയിലുണ്ട്. അത് ഇസ്ലാമിൽ നിന്നിട്ട് പുറന്തള്ളുന്ന വെറുപ്പുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ ജീവിതത്തിൽ പകർത്താതിരിക്കുന്ന രൂപത്തിലുള്ള വെറുപ്പുണ്ട്.
പിന്നെ ഖുർആനോടുള്ള വെറുപ്പ്, ഖുർആൻ ഓതാതിരിക്കൽ കൊണ്ടുള്ള അതിനെ വിട്ടു നിൽക്കുന്ന വെറുപ്പുണ്ട്. ഇതെല്ലാം ഖുർആനോടുള്ള വെറുപ്പിൻ്റെ ചില ഇനങ്ങൾ മാത്രമാണ്. അവിടേക്ക് നമുക്ക് എത്തിയാൽ പറയാം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ കുടുംബവും ഭാര്യയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഭാര്യയോടും ഭർത്താവിനോടും അങ്ങുമിങ്ങും ഉണ്ടാകുന്നതായ വെറുപ്പ്, അതിനും ഈ രൂപത്തിലുള്ള ഹജ്ർ എന്ന പദം തന്നെയാണ് ഉപയോഗിക്കുക. ഇത് രണ്ടും ഖുർആനിൽ തന്നെയുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന വെറുപ്പിനെ കുറിച്ചും ഖുർആനിലുണ്ട്. ഹജ്ർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ ഖുർആനിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആനോടുള്ള വെറുപ്പിനെ കുറിച്ചും ഖുർആനിൽ അള്ളാഹു ഹജ്ർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തോടുള്ളതായ വെറുപ്പ്, അത് ഹദീസിൽ കൂടി വന്നതാണ്. കുടുംബത്തോട് വെറുപ്പ് പാടില്ല പരസ്പരം. സത്യവിശ്വാസികളായ മുസ്ലിങ്ങളോടുള്ളതായ വെറുപ്പ്, നാലാമത്തെ വെറുപ്പ്. അപ്രകാരം തന്നെ മുബ്തദിഈങ്ങളോടുള്ള ഉണ്ടാവേണ്ട വെറുപ്പ്. മുബ്തദിഈങ്ങൾ, ദീനില്ലാത്ത കാര്യങ്ങൾ ദീനിലേക്ക് കൂട്ടിച്ചേർക്കുന്ന വിഭാഗത്തോട് നമുക്കുണ്ടാവേണ്ടതായ വെറുപ്പ്, അത് അനുവദിക്കപ്പെട്ട വെറുപ്പാണ്. അതും നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ അവിടേക്ക് ചെല്ലാം. പിന്നെ നിർബന്ധമായും നമ്മളിൽ ഉണ്ടാവേണ്ടതായ വെറുപ്പ്, അത് ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ഇഖ്റ കഴിഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുദ്ദസിർ എന്ന സൂറത്തിൽ പറഞ്ഞതായ വെറുപ്പാണ് വറുജ്സ ഫഹ്ജുർ. വറുജ്സ ഫഹ്ജുർ അഥവാ ശിർക്കിനോട് ആദർശപരമായുള്ളതായ നമ്മുടെ ആദർശം, അതിന് വിപരീതമായ ശിർക്കാകുന്ന അള്ളാഹുവിനോടുള്ള ആ അറുപ്പും വെറുപ്പും അള്ളാഹ് ഉണ്ടാക്കി തീർക്കുന്നതായ ആ രൂപത്തിലുള്ളതായ ആ മഹാപാപം, അതിനെ നീ വിട്ടു നിൽക്കുക. അപ്പോൾ അതിനോടുള്ള വെറുപ്പ് അതാണ് ഏറ്റവും ഭീമമായ അപകടകരമായ തെറ്റ്, അഥവാ ശിർക്ക് എന്ന തെറ്റ്. അതിനോട് നമുക്ക് വെറുപ്പില്ലെങ്കിൽ അതിനെ നാം വെറുക്കേണ്ടതുപോലെ ആ ക്രൂരകൃത്യത്തെ, ആ നീച നികൃഷ്ട പ്രവർത്തനത്തെ, അതിന് നമുക്ക് ഹൃദയത്തിൽ വെറുപ്പുണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നാം ഇപ്പറഞ്ഞ വിഷയത്തിൽ നിന്നിട്ട് എത്രമാത്രം ഗൗരവമുള്ള സബ്ജക്റ്റാണ് ഹജ്ർ എന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും. ഫയൂഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹ്. അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തതായ സർവ്വ അടിമകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയുമായി കഴിഞ്ഞാൽ ശിർക്ക് ചെയ്യാത്തതായ വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന ദിവസത്തിൽ ശിർക്ക് ചെയ്യാത്തവരോട് കൂട്ടിച്ചേർത്ത് റസൂലുള്ളാഹി പറഞ്ഞതാണ്. ആരെക്കുറിച്ച്? പരസ്പരം അങ്ങുമിങ്ങും അറുത്തു നിൽക്കുന്ന മുസ്ലിം സഹോദരിമാരോട്. അപ്പോൾ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട്, അത് ചോരബന്ധമുള്ളവരാവട്ടെ അല്ലാത്തവരാവട്ടെ, ഒരു സഹോദരി മറ്റൊരു സഹോദരിയോട് ചോരബന്ധമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഇസ്ലാം അനുവദിച്ചതായ ഒരു കാരണവുമില്ലാതെ വെറും സ്വത്തിൻ്റെ കാരണത്താലോ ഭൗതിക നേട്ടങ്ങളുടെ കാരണത്താലോ ബിസിനസ്സിൻ്റെ കാരണത്താലോ കാശ് ഇടപാടിൻ്റെ കാരണത്താലോ അല്ലെങ്കിൽ ചില്ലറ അവന് കൊള്ളാത്ത വാക്ക് പറഞ്ഞുപോയി എന്ന കാരണത്താലോ ചില്ലറ കാരണത്താൽ വെറുത്തു നിൽക്കുക, ആ വെറുപ്പ് തുടർച്ചയായി 3 ദിവസത്തിൽ കൂടുതൽ പോവുകയും ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നതാണ്, അവരുടെ അമല് സ്വീകരിക്കപ്പെടാൻ പറ്റൂല, അവരുടെ അമല് കയറ്റപ്പെടാൻ പറ്റൂല, അഥവാ ഉയർത്തപ്പെടാൻ പറ്റൂല. അവർക്ക് അല്ലാഹു പാപമോചനം നൽകുകയില്ല. ഏതുവരെ? അൻദിറാ ഹത്താ യസ്തലിഹ, പ്രതീക്ഷിക്കുക അവർ നന്നാവട്ടെ. ഇത് നിങ്ങൾ കേട്ട ഹദീസ് സഹീഹ് മുസ്ലിമിലാണ്, 2565 നമ്പർ ഹദീസാണ്. അതുകൊണ്ട് ഇതേ അർത്ഥത്തെ കുറിക്കുന്നതായ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചുകൊണ്ട് വേറെ ഹദീസിൽ പറയുന്നു, ലാ തഹില്ലു അൽ ഹിജ്റതു ഫൗഖ 3 അയ്യാം, 3 ദിവസത്തിൽ കൂടുതൽ. അഥവാ വല്ല കാരണത്താൽ ഒരാൾ മറ്റാളോട് മനുഷ്യ സഹജമായിട്ട് വാക്ക് കസർത്തോ അങ്ങുമിങ്ങും സംസാരമോ വന്ന് എന്നിട്ട് വെറുപ്പും അറുപ്പും ഉണ്ടായി, അത് 3 ദിവസത്തിൽ കൂടുതൽ വിട്ടുകിടക്കാൻ പാടില്ല.
3 ദിവസത്തിൽ കൂടി വിട്ടുകടന്നാൽ പരസ്പരം അങ്ങുമിങ്ങും കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ആദ്യം ആരാണ് സലാം കൊണ്ട് ആരംഭിക്കുന്നത്, ആദ്യം ആരാണ് നന്നാവാൻ പരിശ്രമിക്കുന്നത്, ആദ്യം ആരാണ് മറ്റുള്ളവനോട് ഉള്ളതായ അറുപ്പിനോടും വെറുപ്പിനോടും വിടവാങ്ങി നന്നാവാൻ വേണ്ടി പാടുപെടുന്നത്, അവൻ ആ 2 വ്യക്തികളിൽ ഉത്തമനാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതെ, ഇനി ഒരാള് അദ്ദേഹത്തെ കണ്ടുമുട്ടി, അദ്ദേഹം ചൊടിച്ച വ്യക്തിയെ കണ്ടുമുട്ടി, സലാം പറഞ്ഞു, 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, മറുപടി പറയുന്നില്ല, എന്നാൽ ഇതിൻ്റെ പാപം അവൻ തന്നെ പേറേണ്ടി വരും. അഥവാ ഈ കുറ്റവാളിയാകുന്ന സലാം മറുപടി പറയാത്തതായ 2 വ്യക്തികളുടെയും പാപം അദ്ദേഹം പേറുന്ന മഹാ അപകടത്തിലാണ് പെടുക. അപ്പോൾ സലാം പറയുക, അത് ആരംഭിക്കുക എന്ന പ്രത്യേകത ആദ്യം ചെയ്തവനിലുള്ളത് കൊണ്ട് അവൻ ആ 2 വ്യക്തികളിൽ നിന്നിട്ട് ഉത്തമനായി മാറുകയും മറുപടി പറയാതിരിക്കുക എന്ന പാപം മറ്റുള്ള വ്യക്തികളുള്ളത് കൊണ്ട് ഈ 2 വ്യക്തിയിൽ നിന്നിട്ട് ഏറ്റവും ഷർറായ വ്യക്തിയായി മാറുകയും ചെയ്തു എന്നതാണ് നമുക്ക് ഈ പ്രവചനം പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ സലാം പറയുന്ന വ്യക്തി ചൊടിച്ചു എന്ന കാരണത്താൽ ഉണ്ടാകുന്നതായ ആ പാപത്തിൽ നിന്നിട്ട് മോചിക്കാൻ സാധിച്ചു സലാം പറയലിൽ കൂടി എന്നാണ് റസൂലുള്ളാഹി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അപ്പോൾ 3 ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് ആര് സലാം പറഞ്ഞു നന്നാവാൻ പാടുപെട്ടു, മറ്റുള്ളവൻ മറുപടി പറയട്ടെ, മറ്റുള്ളവൻ സലാം മടക്കട്ടെ, മറ്റുള്ളവന് സുൽഹാവാൻ പാടുപെടട്ടെ, എന്തായിരുന്നാലും വിരോധമില്ല. ഈ തുടങ്ങിയവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് പാപമോചനം ലഭിച്ചു. അവൻ ഈ ചൊടിച്ച കാരണത്താൽ ഉണ്ടാകുന്നതായ പാപത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് റസൂലുള്ളാഹി പറയുന്നു. 2 പേരും വെറുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. സലാം പറഞ്ഞിട്ട് മടക്കിയില്ല, അല്ലെങ്കിൽ സലാം പറയാൻ 2 പേരും തുനിഞ്ഞില്ല. അങ്ങനെ ഈ 2 പേരും വെറുത്തുകൊണ്ട് ആണ് മരിക്കുന്നതെങ്കിൽ പരലോകത്തിൽ 2 പേരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നതല്ല. സലാം കൊണ്ട് തുടങ്ങണമെന്ന് നിർബന്ധമുണ്ടായ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും, മറ്റുള്ളതായ എല്ലാ ബാധ്യതകളൊക്കെ നിർവഹിച്ച വ്യക്തിയാണെങ്കിൽ. അതേ സമയത്ത് ഈ ചൊടിയായതിൻ്റെ ശേഷം സുൽഹാവാൻ പാടുപെടാത്ത വ്യക്തിക്ക് ഇവൻ പോകുന്ന സ്വർഗത്തിൽ മറ്റു വ്യക്തിക്ക് പോകാൻ സാധിക്കുന്നതല്ല, അഥവാ സ്വർഗത്തിലേക്ക് എത്തുകയില്ല. ഏതുവരെ? അവൻ്റെ തെറ്റിന് അർഹപ്പെട്ട ശിക്ഷ അനുഭവിക്കുന്നത് വരെ എന്നർത്ഥം. അപ്പോൾ പ്രശ്നം ചെറിയതല്ല, മഹാപാപമാണ് ഒരു സത്യവിശ്വാസിയോട് വെറുത്തു നിൽക്കുക എന്നത്. അള്ളാഹു ഖുർആനിൽ കേൾക്കാൻ പോകുന്നത് പോലെ വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ എന്ന് സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞ ഭാഗം ഞാൻ നേരത്തെ ഓതുകയുണ്ടായി. ഇവിടെ നിന്റെ കവളിനെ നീ തിരിച്ചു കളയരുത്. അഹങ്കാരത്തോടുകൂടി നിന്റെ സഹോദരൻ നിന്നെ കാണുമ്പോൾ, നിന്റെ സഹോദരൻ നിനക്ക് സലാം പറയുമ്പോൾ, നിന്റെ സഹോദരൻ നിന്നോട് സ്നേഹബന്ധം പുലർത്തണമെന്ന നിർബന്ധം പുലർത്തുമ്പോൾ നീ അതിന് വെറുത്തുകൊണ്ട് അതിനെ അവൻ്റെ ഭാഗത്തേക്ക് ചുളിഞ്ഞ മുഖത്തോടുകൂടി അവന് തള്ളുന്ന സൈസിലുള്ളതായ ആ കവിളിത്തടം ചേഞ്ചാക്കി കൊണ്ടുള്ളതായ സമീപനം അത് നിന്നിൽ ഉണ്ടാവരുത്. അത് മഹാപാപമാണ് എന്ന് സൂറത്തുൽ ലുഖ്മാനിൽ മഹാനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നമുക്ക് ലുഖ്മാൻ എന്ന വ്യക്തിത്വം മകന് പഠിപ്പിച്ചതായ ഉപദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രി നടക്കുന്ന ക്ലാസ്സിൽ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറേ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ സൂറത്തുൽ ലുഖ്മാൻ എന്ന സൂറത്തിനെ വിശദീകരിച്ചായിട്ട് ദാറുൽ ഹുദയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ സംസാരിച്ച കേസറ്റുകളും അല്ലെങ്കിൽ CD-കളും കാണാം. സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതായ ഹദീസിനേക്കാളും, അതും ശക്തിയുള്ള ഹദീസും സഹീഹ് ഹദീസുമാണ്, അതിനേക്കാളും ശക്തിയുള്ള ഹദീസാണ് ഇനി കേൾപ്പിക്കുന്നത്. അത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ശൈലി, ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസ് യൽതഖിയാനി ഫയഅരിദു ഹാദാ വയഅരിദു ഹാദാ വഖൈറുഹുമാ മൻ യബ്ദഉ ബിസ്സലാം. നേരത്തെ കേട്ട അതേ തത്വം തന്നെ ഉൾക്കൊള്ളുന്നതായ ഹദീസാണ്. പക്ഷേ ഈ പദം ബുഖാരിയിലും മുസ്ലിമിലുമുള്ളതായ പദമാണ്. മുസ്ലിമിൽ പ്രത്യേകം കാണുന്നു, ഒരാൾ സലാം മടക്കിയില്ലെങ്കിൽ മറ്റാൾ തുടങ്ങി, ഇയാൾ മടക്കിയില്ലെങ്കിൽ ഫഖദ് ബാഅ ബിഇസ്മി, അവൻ്റെ തെറ്റ് പേറേണ്ടി വരും, അവൻ മഹാപാപം ചുമന്നവനായി മാറി എന്ന്. എന്തിനാണ് നാം ഈ വിഷയം സെലക്ട് ചെയ്തത്? പാശ്ചാത്തപ്പിച്ച് തൗബ ചെയ്ത് അള്ളാഹിലേക്ക് മടങ്ങണം. ആ പാശ്ചാത്തപ്പവും തൗബയും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നാം
പരസ്പരം അങ്ങുമിങ്ങുമുള്ളതായ അവകാശങ്ങൾ, മുസ്ലിം സുഹൃത്തുക്കൾക്ക് ചെയ്യേണ്ടതായ അവകാശങ്ങൾ നിറവേറ്റിയവരായി മാറണം. അതിൽപ്പെട്ടതാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായിട്ട് വെറുത്ത് നിൽക്കാൻ പാടില്ല എന്നത്. ഒരു സഹാബി യമനിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വേണ്ടി വന്നു. ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. നാം തുടങ്ങി വെച്ചതായ ആ മുഖവുരയിൽ പറഞ്ഞ ഷിർക്കിനോട് ഫഹ്ജുർ, ഷിർക്കിനോടുള്ള വെറുപ്പ്, ആ വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി, അതോടൊപ്പം ജിഹാദ് അള്ളാഹു റസൂലിനോട് കൂടി ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്നിട്ട് യമനിൽ നിന്നിട്ട് 2000-ഓളം 1500-ൽ പരം നാഴിക അകലെ നിന്ന് അദ്ദേഹം റസൂലുള്ളാഹിയിലേക്ക് മദീനയിലേക്ക് വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ വെച്ചിട്ട് ആ കലിമത്ത് തൗഹീദ് ഷഹാദത്ത് കലിമ നേർക്ക് നേരെ ബൈഅത്ത് ചെയ്ത് ജിഹാദ് ചെയ്യാനും വേണ്ടി ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ശിർക്ക് ഒഴിവാക്കുന്നതോടൊപ്പം നിങ്ങളുടെ കൂടെ ജിഹാദ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, നിൻ്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹിൻ്റെ ചോദ്യം, എൻ്റെ അടുക്കലേക്ക് ജിഹാദിന് വേണ്ടി വരാൻ അവരോട് അനുവാദം ചോദിച്ചോ എന്നാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇല്ല എന്ന്. ആ സഹാബി പറയുന്നു അനുവാദം അവർ തന്നിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എന്നാൽ അവരിലേക്ക് മടങ്ങുക, എന്നിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതായ നിനക്കിപ്പോൾ ലഭിച്ച ഈ നിധി ഉണ്ടല്ലോ, ഈ നിധി അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പാടുപെടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശേഷം വരുന്നതായ പദങ്ങളിൽ നിന്നിട്ട് പഠിപ്പിക്കും പോലെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുന്നു, അഥവാ അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിലും നീ അവർക്ക് ബിർറ് ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ ഇരിക്കുക, അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി നീ അവരുടെ കൂടെ ഇരിക്കുക. അവരുടെ കൂടെ നന്മ ചെയ്യാൻ നീയല്ലാതെ വേറെ മക്കളില്ലാത്ത, നീയല്ലാതെ വേറെ ആൾക്കാരില്ലാത്ത സന്ദർഭത്തിൽ അവരെ അമുസ്ലിങ്ങളാണെങ്കിലും അവർക്കുള്ളതായ നന്ദി ചെയ്യുക, അഥവാ ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക, ഖിദ്മത്ത് ചെയ്യുക. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. നിന്നോട് നിന്റെ ഉമ്മയും വാപ്പയും ശിർക്കിലേക്ക് നിന്നെ ക്ഷണിക്കുകയാണ്, നിന്നോട് ശിർക്ക് ചെയ്യണമെന്ന് നിർബന്ധിപ്പിക്കുകയാണ്, നിന്നോട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കാൻ, അറക്കാൻ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തിൻ്റെ ദിനങ്ങളും നൽകാൻ അങ്ങനെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് മാത്രം നീ സ്വീകരിക്കരുത്, അത് തള്ളിക്കളയണം. അതിൽ അവരെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. മറിച്ച് അവിടെ നീ എന്ത് വേണം? വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ദുനിയാവിൻ്റെ കാര്യത്തിൽ മഅറൂഫായി മനുഷ്യൻ ചെയ്യേണ്ടതായ നന്മകളിൽ നീ വീഴ്ച വരുത്താൻ പാടില്ല മാതാപിതാക്കളുടെ മുമ്പിൽ എന്ന് ഖുർആനിൽ കൽപ്പിക്കപ്പെട്ട കൽപ്പനയാണ്. അതുകൊണ്ട് ആ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയോട് പറയുകയുണ്ടായി എന്നത് കേൾക്കുമ്പോൾ നാം ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ വെറുപ്പിക്കാൻ പാടുള്ളതേ അല്ല. അവർ അമുസ്ലിങ്ങളായിരുന്നാലും ശരി എന്ന പാഠം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. അപ്പോൾ വെറുപ്പ് എന്ന വാക്ക് പറയുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന വെറുപ്പ് അത് ഏറ്റവും വലിയ വെറുപ്പാണ്. വെറുപ്പുകളുടെ കൂട്ടത്തിൽ ശിർക്ക് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുടുംബത്തിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളോട് തീരെ നാം വിട്ടുനിൽക്കാനോ വെറുപ്പ് പ്രകടിപ്പിക്കാനോ അവരെ ദ്രോഹിക്കാനോ അവരെ മർദ്ദിക്കാനോ അവരെ ആക്ഷേപിക്കാനോ അവരെ ശകാരിക്കാനോ അവരെ ചീത്ത പറയാനോ അവരെ വെറുപ്പിക്കാനോ പാടുള്ളതല്ല. അവർ അമുസ്ലിങ്ങളായിരുന്നാലും ശരി എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി. അത് ഖുർആനിൽ നിന്നിട്ട് നമുക്ക് അള്ളാഹു പഠിപ്പിച്ച ശൈലിയാണത് യഥാർത്ഥത്തിൽ. അപ്പോൾ നാം എന്ത് ചെയ്യുക? നല്ല വെളുത്ത പട്ടിക, നല്ല ക്ലിയറായ പട്ടിക നാം ഇവിടെ നിരത്തി വെക്കാൻ, ഒരു പുതിയ ഫയൽ തുറക്കാൻ തീരുമാനിക്കുക. ആ ഫയലിൽ എന്ത് വേണം? ആദ്യമായിട്ട് റബ്ബും നാമുമായുള്ളതായ കറ തീർക്കുക. അള്ളാഹുമായുള്ളതായ ആ വല്ല കറകളുണ്ടെങ്കിൽ ആ കറ തീർക്കുക തൗബയിലൂടെ, പാശ്ചാത്താപത്തിലൂടെ. പിന്നെ ഷിട്ടികളുമായുള്ളതായ അവകാശങ്ങൾ ക്ലിയറാക്കുക. അക്കൂട്ടത്തിൽ ആരുമായി വെറുപ്പില്ലാതിരിക്കുക എന്നതാണ് പറഞ്ഞു വന്നത്. അതെ സഹോദരന്മാരെ, സഹോദരികളെ, പിന്നെ വെറുക്കുന്ന രൂപത്തിൽ കൂട്ടത്തിൽ നാം പറഞ്ഞു കുടുംബത്തോട് വെറുപ്പ് പാടില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകുന്ന വെറുപ്പുകൾ അത് മനുഷ്യ സഹജമായിട്ട് സാധാരണ ഒരസലുകൾ ഉണ്ടാകും. ആ ഒരസലുകൾ ഉണ്ടാകുന്ന വേളയിൽ
ആ ഒരസലുകളെ രസകരമായ ഒരസകളാക്കി മാറ്റാൻ വേണ്ടിയും പാടുപെടുക. എപ്പോഴും നമ്മുടെ വീട്, നമ്മുടെ ജീവിതം നല്ല സ്വർഗീയ ജീവിതമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും നല്ല മാധ്യമം എന്താണ്? ഏറ്റവും നല്ല മാർഗം എന്താണ്? ഭാര്യ ഭർത്തൃ ബന്ധം വളരെ നന്നായി ക്ലിയറായി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. വരസലുകളില്ലാത്ത വീടില്ല. നബിമാരുടെ വീടുകളിൽ വരെ വരസലുകൾ ഉണ്ടാവാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ, സംഭവം ബുഖാരിയിലാണ്, പറയുകയുണ്ടായി ആയിഷയോട്, പലപ്പോഴും ഇവിടെ കേട്ടതാണ്, പറഞ്ഞതാണ്, അല്ല ആയിഷ, നിന്റെ സംസാരത്തിൽ നിന്നിട്ട് തന്നെ നീ വെറുത്തോ അല്ലെങ്കിൽ നിനക്ക് ദേഷ്യം വന്നോ എനിക്കറിയാൻ സാധിക്കും. എപ്പോൾ നീ സംസാരിക്കുമ്പോൾ റബ്ബി ഇബ്രാഹിം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്തോ കുഴപ്പം വന്നിട്ടുണ്ട് എന്ന്. അതേസമയത്ത് റബ്ബി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നീ വളരെ ക്ലിയറാണ്, ഇപ്പോൾ എന്നോട് ദേഷ്യത്തിലല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന്. എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അറബികൾ സാധാരണ സംസാര ശൈലിയിൽ പണ്ട് തന്നെ ഉള്ളതാണ്, പതിവാണ്. എന്ത് യഥാർത്ഥ സത്യമല്ല അവർ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒല്ലാഹി ഒല്ലാഹി എന്നൊക്കെ നാം കേൾക്കാറുണ്ടല്ലോ. ഈ ഒല്ലാഹി എന്ന് പറഞ്ഞാൽ സാധാരണ സംസാര ശൈലിയാണ്, അത് സത്യവചനമല്ല. അതുകൊണ്ട് ഖുർആൻ അത് രണ്ട് ഇനത്തെ വേർതിരിച്ച് പറഞ്ഞു. എന്ത്? നിങ്ങൾ അഖദ്, ഈ ഐമാൻ കൊണ്ടുള്ള അഖദ് നിങ്ങളുടെ ഉണ്ടായിക്കഴിഞ്ഞാൽ, വലാകിൻ മാ അഖത്തുൽ ഐമാൻ. അഖത്തുൽ ഐമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദേശിച്ച് നിർബന്ധം പുലർത്തി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അള്ളാഹുവിനെ കൊണ്ട് സത്യവചനം ഉപയോഗിക്കുകയാണ് എന്ന ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുമ്പോഴാണ് സത്യമായി മാറുക. മനസ്സിലായില്ലേ? അത് കോർട്ടിലെത്തിക്കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഖാദി ചോദിക്കും, സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കും. ആ സത്യമാണത്, മനസ്സിലായില്ലേ? എന്നല്ലാതെ പരസ്പരം സംസാരിക്കുമ്പോൾ അവിടെ വാപ്പയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്താ മറുപടി പറയുക? വല്ലാഹി മാഫി എന്ന് പറയും. എൻ്റെ അർത്ഥം എന്തല്ല, വാപ്പ ഇല്ലാന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്നല്ലാതെ അള്ളാഹുവിനെ തന്നെയാണ് സത്യമില്ല എന്നതിന് അർത്ഥമില്ല. മനസ്സിലായില്ലേ? അറബികളുടെ ആ ശൈലിയിൽ അതിനങ്ങനെ അർത്ഥമില്ല. അത് ഖുർആൻ വേർതിരിച്ച് നിങ്ങൾ അള്ളാഹു എന്ന പദത്തെ നിങ്ങളുടെ ഐമാനിൽ എപ്പോഴും കലർത്തിക്കൊണ്ടേ ഇരിക്കരുത്, ഇനി നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയും, അപ്പോൾ നിങ്ങൾ പരസ്പരം ഉദ്ദേശിച്ചുകൊണ്ട് പറയാത്ത, സാധാരണ സത്യവചനം ഉദ്ദേശിച്ചിട്ട് പറയാത്തതായ ആ വല്ലാഹി, അത് നിങ്ങളെ അതിൻ്റെ പേരിൽ ഞാൻ ആക്ഷേപിക്കുന്നതല്ല, അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നതല്ല എന്നും. എപ്പോഴാണ് നിങ്ങളെ ശിക്ഷിക്കുക? കരുതിക്കൂട്ടി അള്ളാഹുവിനെ കൊണ്ട് സത്യവചനം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി പറയുകയാണെങ്കിൽ അത് സത്യമായി ഉപയോഗിക്കും. അങ്ങനെ സത്യം ചെയ്ത് അത് സത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും. അങ്ങനെ സത്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായി നാം പുലർത്തേണ്ടി വരും എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ അതല്ല ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആയിഷ പറഞ്ഞ റബ്ബി ഇബ്രാഹിം റബ്ബി മുഹമ്മദ് എന്ന് പറയുമ്പോൾ മുഹമ്മദിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ഇബ്രാഹിമിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് ആയിഷ പറയുമ്പോൾ സത്യവചനം ഉദ്ദേശിച്ച് പറയുന്ന പദപ്രയോഗമല്ല, മറിച്ച് സാധാരണ വീട്ടിൽ നടക്കുന്നതായ സംസാര ശൈലിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ ദേഷ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്ന ശൈലിയാണ്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരസലുകൾ നബിമാരുടെ വീടുകളിൽ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഈ ഒരസലുകൾ അത് എന്തായി പോകരുത്, അത് എല്ലാ സന്ദർഭത്തിലും അത് കാരണത്താൽ അങ്ങുമിങ്ങും അറുപ്പും വെറുപ്പും നരകീയ ജീവിതവുമായി മാറുന്ന ശൈലിയിലായി പോകരുത്. ഉണ്ടായാൽ ഉടനെ തന്നെ നല്ല രണ്ട് വാക്കുകൾ അങ്ങുമിങ്ങും പറയുക. അത് കുറച്ച് കൂടുമെന്ന് കേട്ടാൽ ഒരാൾ മറ്റാളിൽ നിന്നിട്ട് വിട്ടുപിരിയുക, അഥവാ ഒരു റൂമിൽ രണ്ടാളും ഇരിക്കരുത്, മാറി നിൽക്കുക. ഏതുവരെ? തളരുന്നത് വരെ. എന്ത് തളരുക? ദേഷ്യം തളരുന്നത് വരെ. രണ്ടാളിൽ നിന്നിട്ട് ഒരാളുടെ ദേഷ്യം തളർന്നാൽ മതിയല്ലോ. അപ്പോൾ ആ തളരുന്നത് വരെ സ്ഥലം വിടുക. എന്നിട്ട് ആ ജീവിത രീതി ഇണകളുടെ ഇടയിൽ ഉണ്ടാവേണ്ടതായ നല്ല സ്വർഗീയ ജീവിതമാക്കി മാറ്റാൻ വേണ്ടി പാടുപെടുക. അതാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യേണ്ടത്. ഏത് അണുകളുടെ ഇടയിലും പ്രയാസം എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതല്ല പ്രശ്നം, പ്രയാസമുണ്ടാവലല്ല പ്രശ്നം, ഒരസലുണ്ടാവലല്ല പ്രശ്നം, അത് നന്നാവാതിരിക്കുക എന്നതും അത് ശക്തിപ്പെട്ടു പോവുക എന്നതാണ് പ്രശ്നം. അതിന് നിങ്ങൾ വക വെക്കരുത് എന്നതാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത്, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ ഹജ്റും നമ്മുടെ ചർച്ചയിൽ വരുന്നതായ ഹജ്റാണ്. പക്ഷേ അത് നീട്ടിവലിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് ഭാര്യ ഭർത്തൃ ബന്ധം പറയുന്ന വേളയിൽ പറയേണ്ടതായ ഭാഗമാണ്. പിന്നെ മുസ്ലിങ്ങൾ പരസ്പരം ഉണ്ടാകുന്നതായ വെറുപ്പിനെ കുറിച്ച് നാം നേരത്തെ പറഞ്ഞപ്പോൾ
ആ വെറുപ്പുകളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളിലേക്ക് ചേർത്ത് പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെ മുബത്തദിഈങ്ങൾ ഉണ്ടായിരിക്കാം. ബിദ്അത്ത് പല ഇനങ്ങളുണ്ട്. ചില ഇനങ്ങൾ അത് ശിർക്കിലേക്ക് ചേർത്ത് കളയും. അങ്ങനെയുള്ള ബിദ്അത്താണെങ്കിൽ ഒരിക്കലും നാം അവരെ ഹൃദയത്തിൻ്റെ അകത്ത് സ്നേഹിക്കാൻ പാടുള്ളതല്ല. ഹൃദയത്തിൻ്റെ അകത്തിൽ നിന്നിട്ട് അവരോട് വെറുപ്പുണ്ടാവണം. മനസ്സിലായില്ലേ? ആ വെറുപ്പ് നാം പ്രകടിപ്പിക്കേണ്ട ശൈലി അതെങ്ങനെയാണ്? കാണുമ്പോൾ അവരോട് നല്ല സമീപനം സമീപിക്കാതിരിക്കലോ, അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പ് സംസാരത്തിൽ പ്രകടമാക്കലോ അല്ല, ഹൃദയത്തിൽ മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കുക. അവർക്ക് ഭക്ഷണം നൽകേണ്ടതെങ്കിൽ ഭക്ഷണം, അല്ലെങ്കിൽ അയൽവാസികളാണെങ്കിൽ അയൽവാസികളുടെ ഇടയിൽ നൽകേണ്ടതായ ബന്ധമാണെങ്കിൽ അതിലൊന്നും നാം ആ വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടുള്ളതല്ല. പ്രകടിപ്പിക്കേണ്ടത് എവിടെയാണ്? നാം ദഅവത്ത് മേഖലയിലാകുമ്പോൾ, നമുക്കെതിരായി മാറുമ്പോൾ, നമ്മുടെ ദഅവത്ത് പ്രചരിപ്പിക്കുന്നതിന് അയാൾ തടസ്സമായി മാറുമ്പോൾ അവിടെയൊക്കെയാണ് ആ വെറുപ്പ് പ്രകടമാക്കേണ്ടത്. അല്ലാത്ത പക്ഷം നാം അവരുടെ മുമ്പിൽ ഇസ്ലാമാകുന്ന മതം, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവക്കാരാണ്, നല്ല പെരുമാറ്റക്കാരാണ് എന്ന് ധരിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കണം സമീപിക്കേണ്ടത്. ഹൃദയത്തിൻ്റെ അകത്താണ് അവരോടുള്ളതായ വെറുപ്പ്. അത് അവർ ചെയ്യുന്ന ശിർക്കിനോട്, അവർ ചെയ്യുന്ന ബിദ്അത്തിനോട്, അവർ ചെയ്യുന്ന പാപത്തിനോട് ഉള്ളതായ വെറുപ്പാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആ വെറുപ്പ് ഉണ്ടാവാൻ വേണ്ടി കൽപ്പിച്ചതും ആ വെറുപ്പ് നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചതുമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാന വജഅൽനാ മിനർ റാഷിദീൻ. ഹബ്ബിബ് ഇലൈനൽ ഈമാന, ഈമാനിനെ ഞങ്ങൾക്ക് അങ്ങേയറ്റം സ്നേഹമുള്ള ഇഷ്ടമുള്ള കാര്യമാക്കി മാറ്റണം. വസയ്യിൻഹു ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയത്തിൽ അത് ഭംഗിയുള്ളതാക്കി മാറ്റണം. വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫ്റിനോടും ഫിസ്ഖിനോടും പാപങ്ങളോടും ഞങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി തരണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം മുസ്ലിമാണ് എന്നതിലേക്കുള്ള മഹാ തെളിവാണ് നാം തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പുടലെടുത്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തീരെ വെറുപ്പ് തെറ്റ് കാണുമ്പോൾ ഉടലെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിനെ കുറിച്ച് സംശയിക്കേണ്ടി വരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലിയിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടത്. മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ എന്നിട്ട് ഒരാൾ മറ്റാളിൽ വല്ല തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ ഫല്യുഗയ്യിർഹു ബിയദിഹി, അവൻ അതിനെ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് എതിർക്കട്ടെ. കൈകൊണ്ട് എതിർക്കുക എന്നത് അത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ചെയ്യേണ്ടതായ ബാധ്യതയിൽപ്പെട്ടതാണ്, ഉത്തരവാദപ്പെട്ടവർ ചെയ്യേണ്ടതായ ബാധ്യതയിൽപ്പെട്ടതാണ്. ഗവൺമെൻറ് പ്രജകൾ തലത്തിൽ ഉത്തരവാദപ്പെട്ടവർ വാപ്പ ഉമ്മ പോലോത്തവർ മക്കളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ അടിച്ച് നന്നാക്കാൻ പറ്റുമെങ്കിൽ അടിച്ച് നന്നാക്കാം, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നന്നാക്കാൻ പറ്റുമെങ്കിൽ ദേഷ്യപ്പെട്ട് നന്നാക്കാം. അതൊക്കെ അതിൻ്റെ ശൈലി അനുസരിച്ചിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി, കൈകൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ ഉത്തരവാദപ്പെട്ട അമീറന്മാർ, ഗവർണർമാർ, നേതൃത്വങ്ങൾ, ഇമാമുകൾ അവർക്കൊക്കെ കൈകൊണ്ട് തടുക്കാൻ പറ്റുന്ന ശൈലിയാണെങ്കിൽ ഇമാമിന് കൽപ്പിക്കാം. ഇമാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇമാമ് എന്നല്ല, പള്ളിയിലെ ഇമാമല്ല, മുസ്ലിങ്ങളുടെ ഇമാമ് കൽപ്പിക്കാം. രാഷ്ട്രത്തിൻ്റെ തലവൻ കൽപ്പിക്കാം. പട്ടാളക്കാരോട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഏൽപ്പിക്കപ്പെട്ടവരോട് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ, അതിന് അറുതി വരുത്താൻ ആ തെറ്റുകളെ. അത് ആദ്യത്തെ കൽപ്പന. ഫല്യുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി, ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിലോ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൈകൊണ്ട് എതിർക്കാൻ പറ്റാത്തതായ, കൈകൊണ്ട് എതിർത്താൽ കുഴപ്പമുണ്ടാകും, കൈകൊണ്ട് എതിർത്താൽ പ്രയാസമുണ്ടാകും, കൈകൊണ്ട് എതിർത്താൽ അപകടം കൂടും, അപകടം കുറയുകയല്ല വരിക. അങ്ങനെയാണെങ്കിൽ ഫല്യുഗയ്യിർഹു ബിലിസാനിഹി, നാവ് കൊണ്ട് അവൻ അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടുപെടട്ടെ. നാവ് കൊണ്ട് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നില്ലെങ്കിലോ, നാവ് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ ചില സ്ഥലത്തൊക്കെ പരിശ്രമിച്ചാൽ അവിടെയും ഇടികൊള്ളാൻ സാധ്യതയുണ്ട്, അവിടെയും പ്രയാസമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നമ്മേക്കാളും വലിയ മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ നമ്മേക്കാളും ശക്തിയുള്ള മനുഷ്യനായിരിക്കും, അവനോട് പറയാൻ പറ്റൂല. അങ്ങനെയാകുമ്പോഴോ റസൂലുള്ളാഹി പറയുന്നു ഫഇൻ ലം യസ്തതി, അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഫബിഖൽബിഹി, അവൻ്റെ ഹൃദയം കൊണ്ടെങ്കിലും അവന് വെറുക്കട്ടെ. കൈ കൊണ്ടും തടുക്കാൻ പറ്റിയില്ല, നാവ് കൊണ്ടും തടുക്കാൻ പറ്റിയില്ല, നാവ് കൊണ്ട് എതിർക്കാൻ പറ്റിയില്ല, ഫബി ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ അവന് വെറുപ്പുണ്ടാവട്ടെ. വേറൊരു ഹദീസിൽ ഇതിൻ്റെ പരിപൂർണതയെന്നോണം വദാലിക അദ്അഫുൽ ഈമാൻ എന്നും, അല്ലെങ്കിൽ വലൈസ വറാഅ ദാലിക ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ, ഒരു കടുവിൻ്റെ അത്ര ഈമാൻ ഇതുകൂടി ചെയ്തില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ഇല്ല എന്നതിലേക്ക് തെളിവാണ്. ഹൃദയത്തിൽ കടുവിൻ്റെ അത്ര ഈമാൻ ഉണ്ടെങ്കിൽ എന്ത് വേണം?
തെറ്റ് കാണുമ്പോൾ വെറുപ്പെങ്കിലും ഉടലെടുക്കണം. അപ്പോൾ തെറ്റ് കാണുമ്പോൾ വെറുപ്പെങ്കിലും ഉടലെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ കയറേണ്ടതുപോലെ കയറിയിട്ടില്ല എന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയാണ്. അപ്പോൾ നാം വെറുക്കേണ്ട ശൈലി പറയുമ്പോൾ പഠിക്കേണ്ടതായ ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചത്. പിന്നെ അവസാനമായി ഖുർആനോടുള്ളതായ വെറുപ്പ്, അത് തുടക്കത്തിൽ നാം സൂചിപ്പിച്ചു. ഖുർആനോടുള്ളതായ വെറുപ്പ്, അത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്ത്? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. പരലോകത്തിൽ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ശൈലിയിൽ ആൾക്കാരെ കാണുമ്പോൾ, പല ശൈലിയിൽ റൂട്ട് മാറിയവരെ കാണുമ്പോൾ, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മതത്തെ സമർപ്പിച്ചുകൊണ്ട്, ഏതൊരു മതത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ആ മതത്തെ ഏൽപ്പിച്ചു കൊണ്ടുപോയോ, ആ മതവുമായിട്ട് ബന്ധമില്ലാത്ത രൂപത്തിൽ ജനങ്ങൾ അവിടെ സമ്മേളിക്കുന്ന സമ്മേളനം കാണുമ്പോൾ പല റൂട്ട്സുകൾ, ഉമ്മത്ത് മുഹമ്മദ് ഒറ്റക്കെട്ടായി റബ്ബിന്റെ കീഴിൽ, റബ്ബിന്റെ ആ കയറിന്റെ പിന്നിലാണ് നടക്കണമെന്ന് ഖുർആൻ കൽപ്പിച്ചു. റസൂലുള്ളാഹി പ്രാവർത്തികമായിട്ട് നടപ്പാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മദീനയിൽ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കുകയും ചെയ്തു. അതിനുശേഷം പരലോകത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വരുന്നത് അവരുടെ ഉമ്മത്തുകളാണെന്ന് പറയുന്നവരിൽ തന്നെ പല റൂട്ട്സുകളാണ്, പല ശൈലിയിൽ ജീവിച്ചവരാണ്. ഇത് കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് പ്രയാസമുണ്ടായി അള്ളാഹുവോട് പറയുന്നതാണ്, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഞാൻ അവരിൽ സമർപ്പിച്ച ഖുർആനിനെ അവർ വെറുക്കപ്പെട്ടതായി കണ്ടു, വെറുത്തു. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറയും പോലെ റസൂലുള്ളാഹി മുസ്ലിങ്ങൾക്ക് ഏക സാക്ഷിയും ഏക ശുപാർശയുമാവേണ്ടതായ വ്യക്തിത്വം, നമ്മളോട് അവിടെ നിന്ന് കൂറുമാറുന്നതായ മഹാ അപകട രംഗമാണ് ഈ പറയുന്നത് അല്ലാഹു ഖുർആനിലൂടെ. അങ്ങനെയുള്ള വെറുപ്പ്, ആ വെറുപ്പ് നിന്നിട്ട് രക്ഷപ്പെടാനാണ് നാം ഓരോരുത്തരും പാടുപെടേണ്ടത്. അത് എന്തിലൂടെ സാധിക്കുകയുള്ളൂ? ഖുർആനിൽ ആദ്യമായിട്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക. അപ്പോഴോ ഖുർആനിൽ നൂറുകണക്കിൽ പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തൗഹീദ്, അതിനോടുള്ളതായ വെറുപ്പ് അവസാനിപ്പിക്കുക. എന്തിനോടുള്ള വെറുപ്പ്? തൗഹീദിനോടുള്ള വെറുപ്പ്. തൗഹീദിനോടുള്ള വെറുപ്പ് അത് ഖുർആനോടുള്ള വെറുപ്പാണ്. തൗഹീദിനോടുള്ള വെറുപ്പ് ഇസ്ലാമിനോടുള്ള വെറുപ്പാണ്. തൗഹീദിനോടുള്ള വെറുപ്പ് അത് ഖുർആനോടും സുന്നത്തിനോടും റസൂലിനോടും അല്ല, അതിനേക്കാളും വലുത് അള്ളാഹുവിനോടുള്ള വെറുപ്പാണത്. കാരണം അള്ളാഹുവാണ് ഇവിടെ തൗഹീദ് ഇറക്കിയത്. അള്ളാഹുവാണ് അള്ളാഹു അഹദ്, അള്ളാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹിയോട് ഖുൽ, നിങ്ങൾ പ്രഖ്യാപിക്കൂ മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ആ തൗഹീദിനോടുള്ളതായ വെറുപ്പ് അത് മഹാ അപകടമാണ്. അതാണ് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ചെയ്യുന്നതായ വെറുപ്പ്. അതെന്താണ്? അവർക്ക് എന്തും കേൾക്കാം, തൗഹീദ് കേൾക്കാൻ പറ്റൂല. എന്തും കേൾക്കാൻ തയ്യാറാണ്, ഏത് ക്ലാസ്സിൽ പങ്കെടുക്കാൻ തയ്യാറാണ്, ഏത് വിഷയം പ്രാസംഗികൻ സബ്ജക്റ്റ് തെരഞ്ഞെടുത്താൽ സക്കാത്ത് പറഞ്ഞോളീൻ, നോമ്പ് പറഞ്ഞോളീൻ, ഹജ്ജ് പറഞ്ഞോളീൻ, നിസ്കാരം പറഞ്ഞോളീൻ, തൗഹീദ് പറയരുത്. തൗഹീദ് പറഞ്ഞാൽ ഉടനെ അവിടെ അറുപ്പും വെറുപ്പും ഉണ്ടായി. എന്നിട്ടോ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഇദാ ദകർത റബ്ബക ഫിൽ ഖുർആനി വഹദാ വല്ലൗ അലാ അദ്ബാരിഹിം നുഫൂറാ. ഇദാ ദകർത റബ്ബക ഫിൽ ഖുർആനി വഹദാ, നീ അവരോട് ഖുർആൻ ഓതിയിട്ട് അള്ളാഹിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത്? ഖുർആൻ പറയാണ് ഇദാ ദകർത റബ്ബക ഫിൽ ഖുർആനി വഹദാ, അവരോട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുനോട് മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹിന്റെ കൂടെ ആരെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? വല്ലൗ അലാ അദ്ബാരിഹിം നുഫൂറാ, അവർ പിന്തിരിഞ്ഞോടിക്കളയും. അത് കൂട്ടാക്കാൻ പാടുപെടൂല, അത് ശ്രദ്ധിക്കൂല. ഇതൊക്കെ നാം സാധാരണ കാണാറുള്ളതാണ്. നാം എന്ത് ഹജ്ജ് സീസണിലൊക്കെ പല ക്ലാസ്സുകളിൽ കുറേ കാലഘട്ടങ്ങളിൽ എൻ്റെ ഓർമ്മയിലുണ്ട്. ഹജ്ജ് സീസണിലെ ഹാജിമാരൊക്കെ പല രൂപത്തിലുള്ള ഹാജിമാര് സമ്മേളിക്കും. ആ സമ്മേളിച്ച കൂട്ടത്തിലൊക്കെ അവർക്ക് മദീന ഹിസ്റ്ററി ഞാൻ പറഞ്ഞു കൊടുക്കും. മദീന ഹിസ്റ്ററി പറയും, മക്ക ഹിസ്റ്ററി പറയും, ഹജ്ജ് പറയും, ഉംറ പറയും. എന്നിട്ട് പെട്ടെന്ന് പതുക്കെ തൗഹീദിന്റെ ആയത്തുകൾ ഓതാൻ ആരംഭിക്കും. അപ്പോഴോ കൂട്ടത്തിൽ നിന്നിട്ട് ചിലരൊക്കെ എണീറ്റ് സ്ഥലം വിടാൻ ആരംഭിക്കും. ഇതൊക്കെ എല്ലാ കൊല്ലത്തിലും കണ്ട് പരിചയമുള്ളതായ അള്ളാഹ് പറഞ്ഞ ആ വാക്ക്
ശരിക്ക് പ്രാക്ടിക്കലായി ഇവിടെ നടപ്പായി നാം കാണുന്ന യാഥാർത്ഥ്യമാണ്. എന്ത് പറഞ്ഞാലും കേൾക്കാൻ ബഹുഭൂരിപക്ഷത്തെ കിട്ടും. പക്ഷേ ബഹുഭൂരിപക്ഷത്തെ കിട്ടാത്ത ഒരു കാര്യം ഏതാണ്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രം ആരാധന, അള്ളാഹ്ക്ക് മാത്രം നേർച്ച, അള്ളാഹ്ക്ക് മാത്രം അറിവ്, അള്ളാഹ്ക്ക് മാത്രം ജീവിതം, അള്ളാഹ്ക്ക് മാത്രം മരണമെന്ന വജ്ഹത്തുൻ്റെ തത്വം പറയാൻ, അത് കേൾക്കാൻ ആളെ കിട്ടൂല. അതിനോട് വെറുപ്പും അറുപ്പും പ്രകടിപ്പിക്കുന്നവരാണ് ജീവിക്കുന്നവരിൽ ഏറ്റവും നീചരും നികൃഷ്ടരുമായ മനുഷ്യന്മാർ, ഏറ്റവും നീചരും നികൃഷ്ടരുമായ സൃഷ്ടികൾ ആരാണ്? തൗഹീദിനോട് വെറുപ്പുള്ളവരാണ്. അതാണ് ആദ്യത്തെ വെറുപ്പ്. ഹജ്റുൽ ഖുർആനോടുള്ള വെറുപ്പിന്റെ കൂട്ടത്തിൽ തൗഹീദിനോടുള്ള വെറുപ്പ്. ലാ യസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി എന്നവർ പറയുന്നതാണ്. ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. അത് ഓതുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കേൾക്കാതിരിക്കാൻ മാത്രമല്ല, മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശബ്ദ കോലാഹലമുണ്ടാക്കുക, കളിയാക്കി മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് കൂക്ക് ആരംഭിക്കും. ആ റസൂലുള്ള ഓതുന്ന ഓത്തിനെ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി ശബ്ദ കോലാഹലമുണ്ടാക്കും അവര്. പണ്ട് തന്നെ ഉള്ളതാണത്. ഏത്? സ്റ്റേജ് കയ്യേറലും അടികൊള്ളലും ഇടികൊള്ളലും കല്ലേറുകൊള്ളലും. അള്ളാഹു ഏകൻ, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥന, ഔലിയാക്കന്മാരോടും സാലിഹ്യങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് പണ്ട് റസൂലുള്ള മക്കത്ത് പറഞ്ഞപ്പോൾ ആ കഅബത്തിന്റെ ഉടമകളായ, കഅബത്തിന്റെ അകത്ത് ഇബ്രാഹിമിന്റെ പ്രതിമ, അത് സാധാരണ ഔലിയാക്കന്മാരെയൊന്നുമല്ല, സാധാരണ പേരും പ്രശസ്തിയുമില്ലാത്ത അഡ്രസ്സില്ലാത്ത മനുഷ്യന്മാരുടേതല്ല. ലോകം കണ്ട മനുഷ്യന്മാരിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തൊട്ടു നിൽക്കുന്ന ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ആ ഖലീലുല്ലാഹി ഇബ്രാഹിമിന്റെ പേരിലാണ് മക്കക്കാരവിടെ പ്രതിമ ഉണ്ടാക്കി ബഹുമാനിച്ചത്, പ്രതിമ ഉണ്ടാക്കി ആദരിച്ചത്, പ്രതിമ ഉണ്ടാക്കി അവരെ അമിതമായി ആദരിച്ചത്. അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ യുദ്ധം പ്രഖ്യാപിക്കാൻ വേണ്ടി റസൂലുള്ളാഹിയോട് കൽപ്പിച്ചത്. എന്ത് കാരണത്താൽ? ഇബ്രാഹിമിനോട് സ്നേഹമില്ലാത്തത് കാരണത്താലോ അല്ല, ഇബ്രാഹിമിനോട് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചില്ല. മുഹമ്മദ് നബിയോട് സ്നേഹമില്ലാത്ത കാരണത്താലോ അല്ല, മുഹമ്മദ് നബിയെ സ്നേഹിച്ച അബൂ താലിബ് മുഹമ്മദ് നബിയുടെ ശരീരത്തെ മാത്രമാണ് സ്നേഹിച്ചത് എന്നല്ലാതെ മുഹമ്മദ് നബിയുടെ ആദർശത്തെ സ്നേഹിച്ചില്ല. മുഹമ്മദ് നബിയുടെ ആദർശത്തെ സ്നേഹിച്ചില്ല, ശരീരത്തെ മാത്രമാണ് സ്നേഹിച്ചത്. ചോരക്കോ ശരീരത്തിനോ ഒരു പ്രത്യേകതയും ഇസ്ലാം നൽകുന്നില്ല. ആ ശരീരത്തോടു കൂടി, ആ ചോരയോടുകൂടി തൗഹീദ് കലർന്നില്ലെങ്കിൽ, ആദർശം കലർന്നില്ലെങ്കിൽ എന്നതുകൊണ്ട് അത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ആ അബൂ താലിബ് മരിക്കുന്ന വേളയിൽ അമുസ്ലിമായി മരിക്കേണ്ടി വന്നു. എന്ന് മാത്രമല്ല, 40 കൊല്ലം റസൂലുള്ളാഹിക്ക് സേവനം ചെയ്ത അബൂ താലിബ് പരലോകത്തിൽ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹിനെ തൊള്ളുകൊണ്ട് പറയിപ്പിച്ചിട്ട് മാത്രമേ റസൂലുള്ളാഹിനോട് ഈ ഭൂമിയിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അല്ലാഹ് ക്ഷണിച്ചിട്ടുള്ളൂ, റസൂലുള്ളാഹിയെ അല്ലാഹ് മരിപ്പിച്ചിട്ടുള്ളൂ. ഏത് പറയുന്നത് വരെ? എൻ്റെ ആളാപ്പ അബൂ താലിബ് അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന ആ മതത്തിലേക്ക്, ആ തത്വത്തിലേക്ക് വരാത്തത് കൊണ്ട് അവർ നരകപ്പുള്ളിയാണ് എന്ന വാക്ക് പ്രഖ്യാപിച്ചു. അത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് പിടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ഞാൻ വാദിക്കാം എളാപ്പ എന്ന് പറഞ്ഞു നോക്കി. പക്ഷേ ആ അബൂ താലിബ് അത് കേട്ടപ്പോൾ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും, ആ അനത്തടിയന്മാരിലേക്ക്, ആ മുൾച്ചെടികളിലേക്ക്, ആ അബൂജഹലിലേക്ക്, ഉത്ബത്തിലേക്ക്, ശൈബത്തിലേക്ക് നോക്കിയപ്പോൾ ഈ നേതാക്കളുടെ മുമ്പിലൊക്കെ ഇതുവരേക്കും ഞാൻ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ മകന്റെ കൂടെ ആയിട്ട്, അഥവാ ഈ യതീമിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മതത്തിൽ മെമ്പർഷിപ്പ് നേടി മരിക്കുക എന്നത് വേണ്ടാന്ന് മൂപ്പര് തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം അവസാനമായി പറഞ്ഞ പദം ബുഖാരിയിൽ കാണാം, അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മതത്തിലാണ് ഞാൻ എന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞത്. എന്താണ് അബ്ദുൽ മുത്തലിബിന്റെ മതം? അത് ആരോടും പ്രാർത്ഥിക്കാം, ആർക്കും നേർച്ചയാക്കാം, ആർക്കും മറക്കാം, അള്ളാഹിനോട് കൂടി മറ്റുള്ളവരെ ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും അതുപോലെ നേതാക്കളെ ഒക്കെ പങ്കുചേർക്കാം എന്ന തത്വം. അതാണ് അബ്ദുൽ മുത്തലിബിന്റെ തത്വം. ആ തത്വത്തിലായിരുന്നു മൂപ്പര്. അപ്പോൾ ഈ മഹാ അപകടം അതാണ് ഹജ്റുൽ ഖുർആൻ എന്ന ആ അള്ളാഹ് പറഞ്ഞ ആ റസൂലുള്ള പരലോകത്തിലെത്തിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഖുർആൻ വെറുത്ത് കളഞ്ഞു റബ്ബേ എന്ന് പറഞ്ഞ ആ ഹജ്ർ കൊണ്ടുള്ള ഒന്നാമത്തെ ഇനത്തിൽപ്പെടുന്നവരവരാണ്. ആ ഇനത്തിൽ നാം ആരെയും അള്ളാഹ് പെടുത്താതിരിക്കട്ടെ. അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ, മോചിക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഖുർആനോടുള്ള രണ്ടാമത്തെ വെറുപ്പ് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാതിരിക്കുക. ആദ്യത്തത് അതിൻ്റെ ആദർശം വേണമെന്ന് വെക്കുക, അത് മഹാ അപകടമാണ്. രണ്ടാമത്തത് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാതിരിക്കുക. അതെ,
ഖുർആൻ നമ്മുടെ വീട്ടിലൊക്കെ എത്ര കോപ്പി, നമ്മുടെ പള്ളിയിലൊക്കെ എത്ര കോപ്പികൾ, ലോകത്തിൽ വ്യാപകമായി കിടക്കുന്ന കോപ്പികൾ കണ്ണമുണ്ടോ? സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്നതായ ആ വകുപ്പിൽ 18 മില്യനാണ് ഖുർആൻ്റെ കോപ്പി അച്ചടിച്ചത്. 18 മില്യൺ കോപ്പിയാണ്, മനസ്സിലായില്ലേ? അത് ഒരു കൊല്ലത്തിൽ 18 മില്യൺ ആണെങ്കിൽ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ തലയെണ്ണി അച്ചടിക്കാൻ തീരുമാനിച്ചതുപോലെ അത്രയും കോപ്പികൾ ലോകത്തിലുണ്ട് എന്നർത്ഥം. ലോകത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് ഖുർആൻ്റെ കോപ്പികളുണ്ട്. അപ്പോൾ ഖുർആൻ്റെ കോപ്പി ഒരെണ്ണം ഭൂമിയിലില്ലാത്ത സന്ദർഭത്തിലാണ് ഈ വിശുദ്ധ പ്രസ്ഥാനം അറബ്യൻ ഉപഗൾഫുകളിൽ വ്യാപകമായത്. ഒരു കോപ്പിയില്ല. ഇത് ഖുർആന്റെ ഒരു കോപ്പി റസൂൽ മരിക്കുന്നത് വരെ ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാം പലപ്പോഴും കേട്ടതാണ്. എപ്പോഴാണ് ഖുർആന്റെ ആദ്യത്തെ കോപ്പി ഉണ്ടായത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിലാണ്. അപ്പോൾ ഖുർആനിന്റെ ആയത്തുകൾ തൂൽ കഷ്ണങ്ങളിലും പല പല മാധ്യമങ്ങളിലും എഴുതി കുറിക്കപ്പെട്ടിട്ടുണ്ട്, ഹൃദയങ്ങളിൽ മനപ്പാടമിട്ടിട്ടുണ്ട് ആര് സഹാബാക്കൾ. അതേസമയത്ത് അതിൻ്റെ കോപ്പി നാം ഈ കാണുന്ന രൂപത്തിൽ രൂപാന്തരപ്പെട്ട് വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ട് ചെയ്തത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ഇബ്നു സാബിത്തിനോട് കൽപ്പിച്ചിട്ട് അത് ക്രോഡീകരിച്ചതാണ്. അപ്പോൾ ഖുർആന്റെ കോപ്പിയുടെ ഉണ്ടാവാത്ത കാലഘട്ടമാകുന്ന റസൂലുള്ളാഹിന്റെ കാലഘട്ടമാസകലം ജീവിച്ചവര് സ്വർഗത്തിൽ ഫസ്റ്റ് ടിക്കറ്റ് നേടുന്നവരാണ് എന്നാണ് ഖുർആൻ കൽപ്പിച്ച് സന്തോഷവാർത്ത നൽകിയത്. ഖുർആന്റെ ഒരു കോപ്പി ഭൂമിയിൽ ഇല്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചതായ ആ മുമ്പന്മാരായ സഹാബാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നവരിൽ മുൻപന്തിയിലാണ്. മനസ്സിലായില്ലേ? അതിന് ശേഷം അതിൻ്റെ കോപ്പി ഉണ്ടായതായ കാലഘട്ടം വന്ന ശേഷം ആ കോപ്പി ലോകവ്യാപകമാവാനുള്ളതായ ആ അള്ളാഹു സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്ത ബാധ്യത നിർവഹിച്ചു എന്നതല്ലാതെ അതിലപ്പുറമായിട്ട് ഇവിടെ സഹാബാക്കൾ ചെയ്തതായ ആ യത്നങ്ങൾ ഖുർആൻ ഇല്ലാത്തതോടുകൂടി, പള്ളിയുടെ എണ്ണപ്പെരുപ്പമില്ലാത്തതോടുകൂടി ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞ പള്ളികൾ മാത്രമാണ് റസൂൽ മരിക്കുന്നത് വരെ മദീനയിലുള്ളൂ. അത് ബനൂ സലൈമയുടെ പള്ളിയാവട്ടെ, മസ്ജിദ് ഖുബയാവട്ടെ, മസ്ജിദ് നബവിയാകുന്ന ബനു നജാർ ഗോത്രക്കാരുടെ പള്ളിയാവട്ടെ, ബനു മുആവിയയുടെ പള്ളിയാവട്ടെ, ബനു ഹാരിസന്റെ പള്ളിയാവട്ടെ, ഉഹദ് പോർക്കളത്തിന്റെ പരിസരത്തിലുള്ള പള്ളി, ഏത് പള്ളി പരിശോധിച്ചാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പള്ളി മുഴുവനും ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞ പള്ളിയാണ്. അപ്പോൾ ഭദ്രതയുള്ള നാം ഈ കാണുന്ന രൂപത്തിലുള്ളത് പോകട്ടെ, ഇഷ്ടിക കൊണ്ട് സിമന്റ് ഇട്ടിട്ട് ഭദ്രതയോട് കൂടിയുള്ളതായ പള്ളി ലോകത്ത് ഭൂമിയുടെ മീതെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനം, അതിൻ്റെ ആദർശം ഇവിടെ വ്യാപകമായി അറബ്യൻ ഉപഗൾഫിലും അതിൻ്റെ പരിസരത്തിലേക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് നാം പഠിക്കുമ്പോൾ ഖുർആനോടുള്ള വെറുപ്പ് അതിൻ്റെ അമലിനോടുള്ള വെറുപ്പാണ് എന്നതിൻ്റെ ആ പ്രാധാന്യം, ആ വാക്കിൻ്റെ ഗാംഭീര്യത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഖുർആന്റെ കോപ്പിയോടും ഖുർആനിൻ്റെ കോപ്പി വ്യാപകമാകലും അല്ല ഇവിടെ മുഖ്യം, അതുകൊണ്ട് അമൽ ചെയ്യലാണ് മുഖ്യം. അതുകൊണ്ട് അമൽ ചെയ്യുന്നവരുടെ ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ലോകത്തെ അടക്കി ഭരിക്കാനുള്ള കഴിവുകൽപ്പ് അവർക്ക് വീണ്ടെടുക്കാൻ, അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു എന്നതാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അമൽ ചെയ്യാതിരിക്കുക എന്ന തെറ്റാണ് ഇന്ന് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വെറുപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വെച്ചിട്ട് റസൂലുള്ളാഹി പരലോകത്തിൽ വാദിക്കുന്നത്. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനിനെ ഇവർ വെറുത്തതാക്കി മാറ്റിക്കളഞ്ഞു റബ്ബേ എന്ന് റസൂൽ പരലോകത്തിൽ പറയുമെന്നത്. മൂന്നാമത്തെ വെറുപ്പ് അത് ഖുർആനിനോടുള്ള, അതിൻ്റെ ലിപിയോടുള്ള വെറുപ്പാണ്. ഖുർആനിൻ്റെ ഈ പദങ്ങളുണ്ടല്ലോ അതിനോടുള്ള വെറുപ്പ്, അഥവാ ഖുർആൻ ഓതാതിരിക്കുക, ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുക, അത് മൂന്നാമത്തെ വെറുപ്പാണ്. അതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയെല്ലാം സാംസ്കാരികമായിട്ടും വിജ്ഞാനപരമായിട്ടും പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതി പ്രാപിച്ച യുഗത്തിൽ വരേക്കും ഖുർആൻ വേണ്ടതുപോലെ ഒരു ദിവസത്തിൽ അല്പമെങ്കിലും ഖുർആനിൻ്റെ ആയത്തുകൾ ഓതണമെന്ന നിർബന്ധം മുസ്ലിങ്ങളിൽ നിന്നിട്ട് ഇന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കില്ല. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് ഇല്ല. അവർ മുസ്ലിങ്ങളാണ് എന്നത് സ്ഥാപിക്കാൻ വേണ്ടി നിസ്കരിക്കുമ്പോൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ഫാത്തിഹ സൂറത്ത് ഓതുന്നു എന്നല്ലാതെ കരുതിക്കൂട്ടി നമസ്കാരത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ടോ ഒരു ജുസോ, അര ജുസോ, ഒരു പേജോ, 10 പേജോ, 5 പേജോ ഒന്ന് ഖുർആനിൻ്റെ ആയത്തുകളുമായിട്ട് ബന്ധമുണ്ടാകണം. ഒരു വീട്ടിൻ്റെ അകത്ത് ഖുർആൻ ഇല്ലെങ്കിൽ, ഖുർആൻ്റെ കോപ്പിയല്ല കേട്ടാ, ഖുർആൻ ഓതുക എന്ന പ്രവർത്തനമില്ലെങ്കിൽ അത്
ഖരീബായ വീടാണെന്ന് റസൂല് പറയുന്നത്. ഖരീബ് എന്ന് പറഞ്ഞാൽ വെടക്ക് വീട്, നശിച്ച വീട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഖുർആനുമായി ബന്ധമില്ലാത്ത ജീവിതമാണെങ്കിലോ പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം ഖുർആനുമായി എന്നും ടച്ചുള്ളതായ ശരീരമായി മാറുക, അതിനുവേണ്ടി പാടുപെടുക. നമ്മുടെ ടൈം അതിക്രമിച്ചു. നമ്മുടെ വിഷയം ഇനിയും ധാരാളം കാര്യങ്ങൾ ഹദീസുകളും പറയാനുണ്ട്, ഖുർആനും ആയത്തുകളും ഓതാനുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കുകയും ചെയ്യാം. റഹ്മാനായ നാഥ, ഞങ്ങളിട്ട് മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ രക്ഷിതാവേ. അവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണ രക്ഷിതാവേ. അവരോടൊപ്പം ഞങ്ങളെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണ രക്ഷിതാവേ. നാം സാധാരണ ഇപ്പോൾ വാട്സാപ്പ് യുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നാം മരണവാർത്ത നാം സാധാരണ ഹറമിലൊക്കെ പോയാലാണ് കൂടുതൽ മയ്യത്തുകളെ കാണാറുള്ളത്. ഇപ്പോൾ അതല്ല, വാട്സാപ്പ് മുമ്പിലുള്ളത് കൊണ്ട് ദൈനംദിനം എത്ര പേര് മരിക്കുന്ന വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ക്യൂ കുറയുന്നു എന്നർത്ഥം. നാം ബേക്കിലാണ്, അവർ മുമ്പിലാണ്, അതേ വ്യത്യാസമുള്ളൂ. നാം ബേക്കിലാണ്, അവർ മുമ്പിലാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ നമ്പർ എപ്പോഴും അറിയുമെന്നത് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒരുങ്ങി നിൽക്കുക, തയ്യാറായി നിൽക്കുക. ഏത് നിമിഷത്തിൽ നമുക്ക് കണ്ടാമൃഗം പിടികൂടുകയും ചെയ്യും. അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുന്നതല്ല. അതിന് ഒരുങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്നിട്ട് വിട വാങ്ങിയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം അല്ലാഹു നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم صل على محمد وعلى آل محمد. أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. من أرادنا وأراد الإسلام والمسلمين سوءا وأراد بلاد الحرمين سوءا فأشغله في نفسي وجعل تدميره يا رب العالمين يا سميع الدعاء. اللهم بلغنا رمضان ووفقنا للعمل الصالح فيه، للقيام والصيام فيه يا رب العرش العظيم يا حي يا قيوم يا سميع الدعاء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പരിപൂർണ്ണ ആരോഗ്യവും ആഫിയത്തും നിന്റെ മതത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ച് സേവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ നാഥ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നീ അതിന് തൗഫീഖ് നൽകണേ നാഥ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.